നമ്മുടെ ഈ ഓണം നിങ്ങൾക്കൊപ്പമാണ്. സ്വന്തം മഹാബലി. 1775 ആണ്ടിൽ മദിരാശിയിലുള്ള രാച്ചിച്ചെറിയമ്മയെ ഓണസദ്യക്ക് ക്ഷണിക്കാൻ പോയതായിരുന്നു കേളു. പക്ഷേ നിർഭാഗ്യവശാൽ വഴിതെറ്റിപ്പോയ കേളുവിനെ പിന്നീട് ആരും കണ്ടിട്ടില്ല. വർഷങ്ങൾ അങ്ങനെ ഒരുപാട് കടന്നുപോയി. സന്ദേശങ്ങൾ കൈമാറാൻ തപാൽ പെട്ടികൾ നിലവിൽ വന്ന കാലം. പെട്ടെന്ന് രാച്ചിച്ചെറിയമ്മയുടെ വിലാസത്തിൽ ഒരു കത്ത്. പ്രിയപ്പെട്ട രാച്ചി, നാം മഹാബലി. ഇത്തവണ നമ്മുടെ ഓണം മദ്രാശിയിൽ രാച്ചിയോടും കുടുംബത്തോടുമൊപ്പമാണ്. കേരളത്തിൽ നിന്ന് കേളുവിന്റെ കുടുംബവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബലിയുടെ സന്ദേശം ലഭിച്ച രാച്ചി അനുജത്തിയായ കേളുവിന്റെ അമ്മയ്ക്ക് ഒരു കത്തെഴുതി. എന്നാൽ തിരുവോണ നാളിൽ അവരെത്തിയില്ല. കാരണം കത്ത് ഇതുവരെയും അവിടെ എത്തിയിട്ടില്ല. മഹാബലിയുടെ ആഗ്രഹമായിരുന്നു എല്ലാവരോടുമൊപ്പം ഒരുമിച്ച് ഭക്ഷണം കഴിക്കണമെന്നത്. എന്നാൽ ആ ആഗ്രഹം സാധിക്കാൻ തങ്ങൾക്കായില്ലല്ലോ എന്ന് വിഷമിച്ചിരുന്ന രാച്ചിയോട് മഹാബലി പറഞ്ഞു, രാച്ചി സങ്കടപ്പെടാണ്ടിരിക്കുക. സന്ദേശം എത്താതിരുന്നതുകൊണ്ടല്ലേ. ഒരിക്കൽ നിങ്ങൾക്ക് അതിവേഗം സന്ദേശം കൈമാറാൻ കഴിയുന്ന യന്ത്രത്തിന്റെ ഒരു വൻകിട കച്ചവടം സാധ്യമാക്കും. ഇതിന് മദ്രാശിക്ക് വരാൻ പോകുന്ന പുതിയ നാമം ചേർത്ത് ചെന്നൈ മൊബൈൽസ് എന്നാവും പേര് വരിക. അതിന്റെ ഒരു ശാഖ നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ നിങ്ങളുടെ ചെറുമക്കൾ എത്തിക്കുന്നതിന്റെ 9ാം വർഷം. തികച്ചും ന്യായവും ഗുണമേന്മയോടും കൂടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ബോധ്യമായാൽ നാം അന്നൊരു സന്ദേശം നിങ്ങൾക്ക് അയക്കും. മംഗളം ഭവന്തു. അങ്ങനെ ബലി അദ്ദേഹത്തിന്റെ വാക്കു പാലിച്ചു. ചെന്നൈ മൊബൈൽസിനും മഹാബലിയോടുമൊപ്പം നമുക്ക് ഈ ഓണം ആഘോഷിക്കാം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.